നമസ്കാരം. പശ്ചിമേഷ്യ മുഴുവൻ തീ പിടിച്ചിരിക്കുകയാണ്. ഇറാൻ, ഇസ്രായേൽ, റഷ്യ, ഉക്രൈൻ അങ്ങനെ പശ്ചിമേഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും തമ്മിൽ യുദ്ധം തുടങ്ങി വെക്കുമ്പോൾ സമാധാനത്തിന്റെ ദൂതനും ചെകുത്താനുമായി ഒരേ സമയം ട്രംപ് രണ്ട് വേഷങ്ങളിൽ നിറഞ്ഞാടുകയാണ്. ഇപ്പോൾ നെതന്യാഹുവിന്റെ ഒരു ഉഗ്ര പ്രസ്താവന കൂടി പുറത്തേക്ക് വരുമ്പോൾ ലോകം മുഴുവൻ അതീവ ജാഗ്രതയിലേക്ക് കടന്നിരിക്കുകയാണ്. ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇപ്പോൾ വാക്കുകളുടെ യുദ്ധം കടന്ന് തുറന്ന ഭീഷണികളിലേക്കും സൈനിക നീക്കങ്ങളിലേക്കും നീങ്ങുകയാണ്. ഇസ്രായേൽ ഒറ്റയ്ക്ക് തന്നെ ഇറാനെ ആക്രമിക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഒരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയല്ല. അത് പശ്ചിമേഷ്യയെ മുഴുവൻ തീപിടിപ്പിക്കാനുള്ള ശേഷിയുള്ള ഒരു മുന്നറിയിപ്പാണ്. അതോടൊപ്പം വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി പിടിച്ചടക്കാനുള്ള നീക്കങ്ങളും ശക്തമാകുന്നത് ഇസ്രായേൽ സർക്കാരിന്റെ ദീർഘകാല തന്ത്രം എത്രത്തോളം ആക്രമണാത്മകമാണ് എന്ന് തുറന്നുകാട്ടുന്നു. നെതന്യാഹുവിന്റെ രാഷ്ട്രീയം എല്ലായ്പ്പോഴും സുരക്ഷ എന്ന വാക്കിൽ പൊതിഞ്ഞ അധിനിവേശ രാഷ്ട്രീയമാണ്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നു എന്ന ആരോപണം വർഷങ്ങളായി ഇസ്രായേൽ ഉയർത്തുന്നുണ്ടെങ്കിലും അതിന് അന്താരാഷ്ട്ര തലത്തിൽ ഇതുവരെ നിർണായക തെളിവുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും പ്രതിരോധം എന്ന പേരിൽ മുൻകൈയെടുത്ത് ആക്രമണം നടത്താനുള്ള അവകാശം സ്വയം ഏറ്റെടുക്കുകയാണ് നെതന്യാഹു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള തുറന്ന വെല്ലുവിളിയാണ്. ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ ഒറ്റയ്ക്ക് ആക്രമിക്കാനുള്ള അവകാശം ആരാണ് നൽകിയതെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇറാനെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയവും വലിയ പങ്ക് വഹിക്കുന്നു. നെതന്യാഹു നേരിടുന്ന അഴിമതി കേസുകളും ആഭ്യന്തര പ്രതിഷേധങ്ങളും അദ്ദേഹത്തെ കൂടുതൽ കടുത്ത ദേശീയവാദത്തിലേക്ക് തള്ളുന്നു. യുദ്ധഭീഷണി ഉയർത്തി രാജ്യത്തിന്റെ രക്ഷകൻ എന്ന ഇമേജ് സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ചരിത്രം നോക്കിയാൽ പല നേതാക്കളും ആഭ്യന്തര പരാജയങ്ങൾ മറയ്ക്കാൻ വിദേശ ശത്രുക്കളെ സൃഷ്ടിച്ചതിന്റെ ഉദാഹരണങ്ങൾ കാണാം. നെതന്യാഹു അതേ വഴിയിലാണ്. അതേസമയം വെസ്റ്റ് ബാങ്ക് വിഷയത്തിൽ ഇസ്രായേലിന്റെ നീക്കങ്ങൾ കൂടുതൽ ഭീകരവുമാണ്. അന്താരാഷ്ട്ര സമൂഹം അധിനിവേശ പ്രദേശം എന്ന് അംഗീകരിച്ച വെസ്റ്റ് ബാങ്കിൽ പുതിയ കുടിയേറ്റങ്ങൾ, പലസ്തീന ഗ്രാമങ്ങളുടെ നശീകരണം, സൈനിക ആക്രമണങ്ങൾ ഇവയെല്ലാം ഇന്ന് സാധാരണ വാർത്തകളായി മാറിയിരിക്കുന്നു. സുരക്ഷ എന്ന പേരിൽ ഒരു ജനതയെ അവരുടെ ഭൂമിയിൽ നിന്ന് തുരത്തുന്നത് ശുദ്ധ വംശീയതയല്ലാതെ മറ്റെന്താണ്? ഗാസയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോകം കണ്ടിട്ടും അതേ മാതൃക വെസ്റ്റ് ബാങ്കിലേക്കും വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെയാണ് അമേരിക്കൻ രാഷ്ട്രീയവും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ കളികളും പ്രസക്തമാകുന്നത്. ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലം മുതൽ ഇസ്രായേലിന് നൽകിയ പിന്തുണ മുൻകാല ഭരണകൂടങ്ങളെക്കാൾ തുറന്നതും നിസ്സംശയവുമായിരുന്നു. ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചത്, ഗോലാൻ ഹൈറ്റ്സ് ഇസ്രായേലിന്റേതാണെന്ന് പ്രഖ്യാപിച്ചത്, ഇവയെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിയ തീരുമാനങ്ങളായി. ട്രംപിന്റെ ഈ നിലപാടുകൾ നെതന്യാഹുവിന് ഞങ്ങൾ എന്തു ചെയ്താലും അമേരിക്ക ഒപ്പമുണ്ടെന്ന ആത്മവിശ്വാസം നൽകി. ഇന്ന് ട്രംപ് വീണ്ടും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ശക്തമായി തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ആയുധമാണ്. ഇറാനെ അമേരിക്കയുടെ ശത്രുവായി ചിത്രീകരിച്ച് ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന നേതാവായി സ്വയം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്കിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു തന്ത്രം മാത്രമാണ്. ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇസ്രായേൽ വിഷയത്തെ ട്രംപ് എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ നെതന്യാഹുവിന്റെ യുദ്ധഭീഷണികൾ ട്രംപിന്റെ രാഷ്ട്രീയ ആവശ്യങ്ങളുമായി അപകടകരമായി ഒത്തുചേരുന്നു. ഇറാനെതിരായ ഒരു ഇസ്രായേൽ ആക്രമണം സംഭവിച്ചാൽ അതൊരു രാജ്യത്തിനും രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള യുദ്ധമായി മാത്രം ഒതുങ്ങില്ല. ഹിസ്ബുള്ള, ഹമാസ്, മറ്റ് പ്രാദേശിക ശക്തികൾ, ഈ ലോക രാഷ്ട്രീയമെല്ലാം ചേർന്ന് പശ്ചിമേഷ്യയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. അതിന്റെ വില കൊടുക്കേണ്ടി വരിക സാധാരണ ജനങ്ങളായിരിക്കും. ഇസ്രായേലികളും പലസ്തീനികളും ഇറാനികളും ലെബനോണുകാരും ഒരുപോലെ. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ കൂടി ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം വ്യക്തമാണ്. സൈനിക ശക്തിയിലൂടെ ഭീകരത സൃഷ്ടിക്കുക. പിന്നെ ലോകം അത് അംഗീകരിക്കുമെന്ന പ്രതീക്ഷ. ട്രംപിന്റെ കാലത്ത് അത് ഒരു പരിധിവരെ വിജയിച്ചു എന്നത് സത്യമാണ്. പക്ഷേ ചരിത്രം പഠിപ്പിക്കുന്നത് തോക്കിൻ മുനയിൽ സൃഷ്ടിച്ച സമാധാനം ദീർഘകാലം നിലനിൽക്കില്ല എന്നതാണ്. നെതന്യാഹുവിന്റെ യുദ്ധഭാഷയും ട്രംപിന്റെ രാഷ്ട്രീയ കളികളും ചേർന്നാൽ അതൊരു പ്രദേശത്തിന്റെ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിന്റെ തന്നെ ഭാവി നിർണ്ണയിക്കുന്ന തീപ്പൊരിയായി മാറും. ലോകം വീണ്ടും ഒരിക്കൽ കൂടി യുദ്ധത്തിന്റെ ഈ തീപ്പൊരിയെ അവഗണിക്കുമോ അതോ ചരിത്രത്തിന്റെ പാഠം ഒടുവിൽ പഠിക്കുമോ? കാത്തിരുന്ന് കാണേണ്ടി വരും.